ിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇന്നലെ ലാലേട്ടൻ്റെ പേജിൽ കൂടെ തന്നെ അദ്ദേഹം പുറത്തുവിട്ട ലാലേട്ടൻ്റെ പേജിലാണ് ഞാൻ കണ്ടത് ഒരു ആഡ്. ആ ലാലേട്ടൻ്റെ ഒരു എന്താണ് പറയുന്നത്, ലാലേട്ടൻ എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരുപാട് പരാജയങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലുമൊക്കെ കാലത്ത് എയറിൽ ഇങ്ങനെ ആൾക്കാർ അദ്ദേഹത്തിനെ നിർത്തിയതിന് ശേഷം വീണ്ടും അദ്ദേഹം ഒരു ഹിറ്റൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ഒരു വലിയ ഒരു ആനന്ദവും ഒരു സന്തോഷമൊക്കെ കൊടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിലായിരിക്കും വീണ്ടും ആ ആരാധനയും കൂടെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കളിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു അവസരം ഉണ്ടാക്കിക്കൊണ്ട് ലാലേട്ടൻ വീണ്ടും എയറിലേക്കൊരു പോക്കാണ്. അദ്ദേഹത്തിന് ഒരിക്കലും താഴെ ഇറങ്ങി നിൽക്കാനുള്ള ഒരു യോഗം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം എത്ര സിനിമകൾ വിജയിച്ചാലും എല്ലാ കാലത്തും അദ്ദേഹം എയറിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ആഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്, അതായത് ഈ പരസ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പറ്റിയ പണിയല്ല. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു നല്ലത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് പാളിച്ചകൾ, തിരഞ്ഞെടുക്കുന്ന കഥയ്ക്കകത്ത് കഥാപാത്രങ്ങളിനകത്ത് ഒരുപാട് പ്രശ്നം ഉണ്ടാവാറുണ്ട്. മുമ്പ് ഒരു ആഡ് ഫിലിം ഡയറക്ടറായിരുന്ന ശ്രീകുമാര മേനോൻ കൊണ്ടുപോയി ഒടിയൻ എന്നും പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് അഭിനയിപ്പിച്ച് ലാലേട്ടൻ്റെ കോലം എങ്ങനെയാ മാറ്റിയെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. കാര്യം പിന്നീട് ഇപ്പോൾ വീണ്ടും പ്രകാശ് വർമ്മയുടെ ഒരു ആഡിനകത്ത് അഭിനയിച്ചതിന് ശേഷം ലാലേട്ടന് എനിക്കൊന്ന് ആ ആഡ് പുറത്തു വന്നണം തൊട്ട് ലാലേട്ടന് താഴെ ഇറങ്ങി നിൽക്കാനുള്ള ഒരു സമയവും സൗകര്യവും ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തിനെ എയറിൽ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ശരിക്കും ആ ആഡിനകത്ത് എന്താണ് കാണിക്കുന്നത്? വളരെ 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 ബോറെന്ന് പറഞ്ഞാൽ ലാലേട്ടനെ പോലുള്ള ഒരാൾ ഒരു സിനിമയ്ക്കകത്താണ് ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ഏതെങ്കിലും ഒരു റോളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കാണിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ആ ഒരു രീതിക്ക് എടുക്കാമായിരുന്നു. ഇത് കാശ് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് എന്ത് നാണം കെട്ട പരിപാടിയും കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ 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 മോശമാണ്. ഇപ്പം ലാലേട്ടൻ്റെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർ ചോദിക്കും മാമാങ്ക സിനിമയ്ക്കകത്ത്, ഞാനതാ മുമ്പേ പറഞ്ഞു, ഒരു സിനിമയ്ക്കകത്ത് ഒരു കഥാപാത്രം പല പല വേഷങ്ങൾ കെട്ടിയാടുന്നതിനിടയിൽ കൂടെ ഒരു കഥാപാത്രം കെട്ടിയാടുന്ന പോലല്ല ഒരു പരസ്യത്തിനകത്ത് ഇത്തരത്തിലുള്ള ഒരു റോള് അറിഞ്ഞുകൊണ്ട് പോയിട്ട് ഇത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും പറയുന്നത് ഒരു കോപ്രായം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രീതിയിലേക്ക് കാണിക്കുന്നത് വളരെ 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 മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഈ പറഞ്ഞ കണക്ക് അതിപ്പം അഭിനയിച്ച് മറിച്ചെന്നും പറഞ്ഞുകൊണ്ട് ലാലേട്ടന് അവാർഡുകളൊന്നും കിട്ടാൻ പോകുന്നില്ല. ആരും ലാലേട്ടനെ പിടിച്ച് ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അത് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആരാധകർക്കും ഒരു വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ആഡിൽ നിന്ന് നമ്മളെ പോലുള്ള ആളുകൾക്ക് അത് കാണുമ്പോൾ തോന്നുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ആരാധകരുടെ കമൻസ് കണ്ടു, നിങ്ങൾക്കൊക്കെ അത്തരത്തിലുള്ള കാണുമ്പോഴത്തേക്ക് ലാലേട്ടനെ ചില മോശമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കോപ്രായമായിട്ട് കാണുമ്പോൾ ഞങ്ങൾ ഏതാണ്ട് വാനപ്രസ്ഥം സിനിമയ്ക്കകത്ത് കണ്ട കണക്കാം. ആ പറഞ്ഞവൻ്റെ കണ്ണിൽ എന്തെങ്കിലും കുഴപ്പമായിരിക്കും. വാനപ്രസ്ഥത്തിനകത്ത് കഥകളി വേഷം കെട്ടിയാടുന്നതിനിടയ്ക്ക് ലാലേട്ടൻ കാണിച്ച രീതിയാണോ ഈ ആഡിനകത്ത് ലാലേട്ടൻ കാണിക്കുന്നത്? അതല്ല എന്ന് ലാലേട്ടൻ ഫാൻസുകാർക്ക് വരെ അറിയാം. ഈ ലാലേട്ടൻ ഫാൻസുകാർ തന്നെ ഈ വീഡിയോ കണ്ടപ്പം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ആഡ് കണ്ടപ്പം അവർക്ക് പോലും ഒരു നിമിഷം നാണക്കേട് തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസം ലാലേട്ടൻ ഏറി കയറി നിൽക്കുമ്പം ലാലേട്ടനെ എങ്ങനെയെങ്കിലും ഒന്ന് ഡിഫെൻഡ് ചെയ്യുക, ലാലേട്ടന് വേണ്ടിയിട്ടൊന്ന് പ്രതിരോധിക്കുക ഇതിനെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നാണക്കേട് കൊണ്ട് ലാലേട്ടൻ ഫാൻസിൽ പല ആൾക്കാരും തല ഉനിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പിന്നെ ഈ പറഞ്ഞ കണക്ക് ഒരു മുടന്ത ന്യായം പറഞ്ഞ് ലാലേട്ടന് വേണ്ടിയിട്ടൊന്ന് ഒരു ന്യായീകരണ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് മാത്രം ശ്രമിക്കുന്ന ചില ആളുകൾക്കാണ്. കാര്യം അതിൻ്റെ അവസാനം വളരെ 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 ബോറായിട്ടാണ് ലാലേട്ടൻ അഭിനയിച്ചു വെച്ചിരിക്കുന്നത്. കാര്യം ലാലേട്ടൻ ഒരു അഭിനയിക്കാൻ അറിയാവുന്ന ഒരു ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ്, ഒരു മഹാപ്രതിഭയാണ്. ആ കാര്യത്തിനകത്തൊന്നും ഒരു സംശയവുമില്ല. ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് അദ്ദേഹം ഒരു സിനിമയുടെ കഥാപാത്രത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സിനിമയുടെ ഭാഗമായിട്ട് കഥാപാത്രത്തിനകത്ത് ഇത്തരത്തിലുള്ളതൊക്കെ കാണിച്ചാൽ നമുക്കത് അറിയാം. ആ സിനിമയുടെ ഒരു കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. പക്ഷേ ഒരു ആഡിനകത്ത് ഇങ്ങനെ ഈ പറഞ്ഞ കണക്ക് പ്രകാശ് വർമ്മയുടെ അല്ല ഇനി ആരുടെ ആയാലും ഇത്തരത്തിലുള്ള ഒരു ആഡ് വരുമ്പോഴത്തേക്ക് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളാണ്, വളരെ സീനിയർ ആയിട്ടുള്ള നടന്മാരിൽ ഒരാളാണ്, ഒരുപാട് പ്രേക്ഷകരുള്ള ആരാധകരുള്ള ഒരു താരമാണ്, മലയാള സിനിമയിലെ നടീനടന്മാർ ബഹുമാനിക്കുന്ന ഒരാളാണ് എന്നൊക്കെയുള്ള പരിഗണന വെച്ചെങ്കിലും അദ്ദേഹത്തിന് സ്വയം തോന്നേണ്ടുന്നത് ആരെങ്കിലും വിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവിടെ പോയി നിൽക്കുക, അഭിനയിക്കുക. ശരിക്കും എനിക്ക് മനസ്സിലാവാത്തത് ലാലേട്ടന് തന്നെ ലജ്ജ തോന്നിയില്ലേ എന്ന് എനിക്ക് തോന്നുവാണ്. ഇത്തരത്തിലുള്ള ഒരു കോപ്രായ അഭിനയം ലാലേട്ടൻ അതിനകത്ത് കാണിച്ചു വെച്ചപ്പെടുത്തി. ലാലേട്ടൻ എന്താ അതിനകത്ത് കാണിക്കുക എനിക്കറിയില്ല. ലാലേട്ടൻ എന്താ അതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്, ലാലേട്ടൻ എന്താണ് അതിനകത്ത് ഉദ്ദേശിച്ചതെന്ന് പോലും ശരിക്കും പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ആഭരണങ്ങൾ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇഷ്ടപ്പെടുന്നതെന്നുള്ള രീതിയിലാണോ ലാലേട്ടൻ കാണിച്ചതെന്ന് എനിക്കറിയില്ല. അതിന് ലാലേട്ടൻ ഈ കാണിച്ച രീതിയും ഈ കാണിച്ച അർത്ഥങ്ങളും ഒന്നും അതിൻ്റെ ആവശ്യമില്ല. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ പരസ്യം ചെയ്യാൻ പറ്റില്ല, ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാം എന്ന് ലാലേട്ടനെ വേണമെങ്കിൽ പറയാമായിരുന്നു. ഇതിപ്പം സിനിമയിലെ കഥാപാത്രമൊന്നുമല്ല, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കഥാപാത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ളൊരു റോളെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ഇതൊരു വെറും ഒരു ആഡ് ഫിലിമാണ്. അപ്പം ഈ ആഡ് എന്ന് പറയുന്നതിനകത്ത് നമുക്കറിയാം എപ്പോഴും ചെയ്യാൻ അത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിയാൽ നമ്മളിപ്പോൾ നമ്മുടെ പ്രേക്ഷകരെയും മറ്റുള്ളവരെയൊക്കെ നോക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ആഡിലോട്ട് ഇറങ്ങുന്നത്. ഇപ്പം ഇതുമായിട്ട് ബന്ധം അല്ലെങ്കിലും മുമ്പ് നമുക്കറിയാം മുൻകാലങ്ങളിൽ എത്രയോ നടീനടന്മാർ അവർക്ക് മനസ്സിന് പിടിക്കാത്ത രീതിയിലുള്ള ആഡ് ഫിലിംസ് ഒക്കെ വന്നപ്പോൾ അല്ലെങ്കിൽ ആഡുകളൊക്കെ വന്നപ്പോഴത്തേക്ക് അവരത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്.
നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ മമ്മൂക്കെ പോലുള്ള ആൾക്കാർ ഇപ്പൊ കൊക്കക്കോളയുടെ ഒരു പരസ്യം ചെയ്ത് അതിന് 2.5 കോടി ഓഫർ ചെയ്ത ഒരു സമയത്ത് അത് പിന്നീട് ഒരിക്കൽ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അത്തരത്തിലുള്ള നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ ലാലേട്ടൻ ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രം ഇത്രയും ഞാൻ ഒന്നിയിൽ ലാലേട്ടൻ വ്യക്തമായിട്ട് പറയണം. ഇപ്പൊ ലാലേട്ടനെ അതിനകത്ത് കാണിച്ചു വെച്ചതിനെ കുറിച്ച് പലരും പല രീതിയിലാണ് ചർച്ച ചെയ്യുന്നത്. ലാലേട്ടൻ ആഭരണങ്ങളോട് ഭ്രമം പുരുഷന്മാർക്ക് ഉണ്ടെന്ന് കാണിക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ മറ്റു ചില രീതിയിലാണ് എന്നൊക്കെ പറയുന്നത്. ലാലേട്ടൻ ഏത് രീതിയിലാണ് അത് കാണിച്ചു വെച്ചെന്നുള്ളത് ലാലേട്ടൻ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഞാൻ ഇന്നത് ഉദ്ദേശിച്ചാണ് ഞാൻ അത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വേറെ ആൾക്കാർ വേറെ വ്യാഖ്യാനങ്ങളും ഒക്കെ അതിനെ കൊടുക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല അതിനകത്ത് ഏത് വ്യാഖ്യാനം എടുക്കണമെന്ന്. എന്തായാലും ലാലേട്ടന്റെ കഥാപാത്രം എന്നുള്ള രീതിയിലുള്ള, അതായത് കഥാപാത്രം ഒന്നും പറയാൻ പറ്റത്തില്ല, ആ ആഡിനകത്ത് ലാലേട്ടൻ കാണിച്ചു വെച്ചിരിക്കുന്നത് മഹാമോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞാണ്. ഇപ്പം ഞാനത് പറയുമ്പോൾ മാമാങ്കത്തിലെ മമ്മൂക്കയുടെ കഥാപാത്രത്തിനെ എടുത്തുകൊണ്ട് വരും ചില മിടുക്കന്മാർ, എങ്ങനെയെങ്കിലും ഒന്ന് ന്യായീകരിക്കുക. ഞാൻ പറഞ്ഞു അത് സിനിമയാണ്. ലാലേട്ടൻ്റെ ഇതൊരു സിനിമയിലെ കഥാപാത്രമാണെങ്കിൽ ഇനിയും ഈ പറഞ്ഞ കണക്ക് മാമാങ്കത്തിൽ മമ്മൂക്ക ചെയ്ത ആ ഒരു റോളിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം മഹാബോറായിട്ടാണ് എനിക്ക് മാമാങ്കത്തിലെ ആ ഭാഗം തന്നെ തോന്നിയത് എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. അതെനിക്ക് തുറന്നു പറയാൻ യാതൊരു മടിയില്ല. ഇപ്പൊ ലാലേട്ടൻ ഇത്രയും ബോറ് കാണിച്ചു വെച്ച ഒരു സിനിമയിലായിരുന്നെങ്കിൽ അതും ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് ഒരു സിനിമയുടെ ഭാഗമായിട്ട് കരുതിയെങ്കിലും നമുക്കത് കണ്ടില്ലെന്ന് നടിക്കാമായിരുന്നു. അല്ലെങ്കിൽ അപ്പോൾ പോട്ടെ, ഒരു സിനിമയുടെ കുറേ ഭാഗത്തിൽ 2.5 മണിക്കൂറുള്ള സിനിമയ്ക്കകത്ത് ഏതെങ്കിലുമൊക്കെ വേഷങ്ങൾ കെട്ടിയാടുന്നതായിട്ട് ചില 5 സെക്കൻഡോ അല്ലെങ്കിൽ 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ കാണിക്കുന്നതല്ലെന്നെങ്കിലും നമുക്ക് വിചാരിക്കാമായിരുന്നു. ഇത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്. ഇപ്പം ശ്രീകുമാര മേനോന്റെ ഒരു പകിട്ടിന്റെ അല്ലെങ്കിൽ ഒരു താരപ്പകിട്ടിന്റെ പുറകെ പോയ കണക്ക് ഇപ്പൊ പ്രകാശ് വർമ്മയുടെ കൂടെയും പോയിട്ട് ഇത്തരത്തിലുള്ള ഒരു ആഡ് ചെയ്തു കൂട്ടുന്നത്. എനിക്കറിയത്തില്ല ആൾക്കാർ ഏതൊക്കെ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഏതായാലും ലാലേട്ടൻ ഈ അടുത്ത കാലത്തൊന്നും എയറിൽ നിന്ന് ഇറങ്ങാനുള്ള യോഗവും ഇല്ല. അദ്ദേഹത്തിന് എയറിൽ നിൽക്കാനാണ് യോഗം. ഇപ്പൊ തുടരും സിനിമയ്ക്കകത്ത് അദ്ദേഹം നേടിയൊരു വിജയം പോലും ദാണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഒരു 2 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ഏറ്റവും അടുത്ത ആരാധകർക്ക് പോലും അല്പം നാണക്കേടും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പരിഹാസവും ഒരു പുഞ്ചിരി അല്ലെങ്കിൽ ഒരു ചിരിയൊക്കെ വരുന്ന രീതിയിലാണ് ലാലേട്ടൻ അതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. മഹാമോശമാണ്, മഹാബോറാണ് ലാലേട്ടൻ. ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ, ഇത്തരത്തിലുള്ള ആഡ് ഫിലിമിലൊന്നും ലാലേട്ടൻ പോയി തല വെച്ച് കൊടുക്കരുത്. അല്പം മാന്യമായിട്ടും അന്തസ്സായിട്ടുള്ള രീതിയിലൊക്കെയുള്ള അദ്ദേഹത്തിന് കാഴ്ചവെക്കുന്നത് കാണാനാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ലാലേട്ടനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരുപാട് വിമർശിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് പോലും നമ്മൾ പറഞ്ഞില്ല. പക്ഷേ ഇത് നമുക്കൊക്കെ തന്നെ മഹാബോറായിട്ട് തോന്നുന്ന രീതിയിലുള്ള വളരെ 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 മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ലാലേട്ടൻ്റെ ഈ ആഡിനകത്ത് കാണാൻ സാധിച്ചത്. താങ്ക് യു.